മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു സർ? നിർമ്മല സീതാരാമൻ്റെ 7ാമത്തെ ബഡ്ജറ്റ് പ്രധാനമായിട്ടും ധനമന്ത്രി ഊന്നൽ കൊടുത്തിരിക്കുന്നത് യുവാക്കൾക്കും യുവതികൾക്കും എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് വികസിത ഭാരതം ഇവിടെ ഉണ്ടാകുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനകത്തുണ്ടാകുന്നത്. ഇപ്പോൾ ഈ മുദ്രാ ലോണൊക്കെ ഒരു 20 ലക്ഷം ആക്കി എന്ന് മാത്രമല്ല, യുവാക്കൾക്കും യുവതികൾക്കും പണിയെടുക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് പണിയെടുക്കാൻ വേണ്ടിയുള്ള സ്കില്ല് കൂട്ടുക, വിദ്യാഭ്യാസ ലോണ്, ഇന്ത്യയിൽ പഠിക്കുകയാണ് 3% ഇൻട്രസ്റ്റ് സബ്സിഡി, അങ്ങനെ കുറേ ഈ യുവാക്കൾക്കും യുവതികൾക്കും കരുത്തുണ്ടാകുക, ജോലി ചെയ്യാനുള്ള പാഠവും കഴിവ് അറിവ് ഇതൊക്കെ ഉണ്ടാകുക, അവർക്ക് ജോലി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ, ഇന്റേൺഷിപ്പ് 500ഓളം വലിയ കമ്പനികളിൽ അതിന് ഓരോ മാസവും സ്റ്റൈപ്പൻഡ് കൊടുക്കുക, 1 ഡേ പൈസ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. അതായത് തൊഴിൽ കൂടുതൽ യുവാക്കളും യുവതികളും ചെയ്യുക. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ അത് യുവതികൾ എന്ന് ഉദ്ദേശിക്കുന്ന അവർക്ക് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽസ് കുറേയധികം ഉണ്ടാകുക, 1000ഓളം ITIകൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാം സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഇതിൽ വരും. അപ്പോൾ കൂടുതൽ പേര് ജോലി ചെയ്യുക, SMEയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, കമ്പനികളിൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുക. ഈവൻ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് പോലും അതിൽ 1000 കോടിയിലധികം രൂപ ഇന്ത്യയിൽ നിന്നുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫൻസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തൊഴിൽ കൂടുതൽ കിട്ടാൻ വേണ്ടി തൊഴിൽ കൂടുതൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ യുവാക്കൾക്കും യുവതികൾക്കും കൂടുതൽ തൊഴിലുണ്ടാകുക, അവരെ കൂടുതൽ പണിയെടുക്കുക രാജ്യത്തിന് വേണ്ടി, അങ്ങനെ വികസിത ഭാരതം ഉണ്ടാകുക എന്നുള്ള ഒരു ഊന്നലിലാണ് ഈ 7ാമത്തെ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ്. ഇപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ബഡ്ജറ്റിന് ഒരു ശീലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൂട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ആടലോടകത്തിന് ഒരു വില കൂടിയോ കുറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ആ ഫോർമാറ്റ് എല്ലാം മാറിയത് എനിക്ക് തോന്നുന്നത് ഈ നിർമ്മലാ സീതാരാമൻ്റെ ഒരു വരവിന് ശേഷവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു രീതി മാറുന്നതിൽ ആ സമയത്താണ് ഇതെല്ലാം മാറുന്നത്. പക്ഷേ എന്നാലും കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ എയിംസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ സിൽവർ ലൈനിലേക്കുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും കേരളത്തിന് കിട്ടിയില്ല, കേരളത്തെ അവഗണിച്ചു എന്നുള്ളൊരു മറുവാദം കൂടി ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനത്തിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയുക? ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വിഭാവന ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യം ഉന്നതിയിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ രാജ്യം ഉന്നതിയിലേക്ക് പോകണമെങ്കിൽ രാജ്യത്ത് ഇവിടുത്തെ മനുഷ്യർക്ക് സമാധാനത്തോടെ ജോലി ചെയ്ത് രാജ്യത്തെ വളർത്താനുള്ള പണികൾ ചെയ്യണമെന്നുള്ളതുണ്ട്. പിന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആൾക്കാർ അങ്ങനെ പണി ചെയ്യണം. അത് കൃഷിക്കാർ പണി ചെയ്യണം, അവരുടെ പണി കൃഷിയാണല്ലോ. അപ്പോൾ കൃഷിക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. 400ഓളം ജില്ലകളിൽ ഡിജിറ്റൽ സർവേ, ക്രോപ്പ് സർവേ നടത്തുക, 10,000ഓളം ബയോ ഇൻപുട്ട് റിസോഴ്സ് സെൻറ്റേഴ്സ് ഉണ്ടാക്കുക, അതുപോലെ ഓർഗാനിക് ഫാമിംഗ്, നാച്ചുറൽ ഫാമിംഗ്, അതുപോലെ ക്ലൈമറ്റ് റെസിലിയൻ്റ് വിത്തുകൾ 109ഓളം വിത്തുകൾ അങ്ങനെ കൊടുക്കുക. അങ്ങനെ കുറേയധികം അങ്ങനത്തെ കൃഷിക്കാരെ എന്ന് പറയുന്ന കാറ്റഗറി. പിന്നെ ദരിദ്രരായുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവർ ഭക്ഷണം എന്ന് പറയുന്ന നമ്മുടെ SDG 2 ഗോള്, SDG 1ാമത്തെ ഗോള്, ആ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ഈ രാജ്യത്തെ 50% ആൾക്കാർ സ്ത്രീകളാണല്ലോ. അവർക്ക് വേണ്ടിയിട്ട് കുറേയധികം 3 ലക്ഷം കോടി രൂപകളാണ് സ്ത്രീകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ ഈ സിറ്റി ആളുകൾ 50% ആളുകൾ നമ്മൾ നഗരങ്ങളിൽ താമസിക്കുന്ന പറയുന്നുണ്ട്. അപ്പോൾ നഗരങ്ങളിലും ദാരിദ്ര്യമുള്ളവരോ മിഡിൽ ക്ലാസ്, അവർക്ക് വേണ്ടി തന്നെ 10 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യം വളരെ മുന്നോട്ട് പോകുക, 5 ട്രില്യൺ എക്കണോമിയിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ഒരു പൈസ കണക്കിൽ മാത്രമല്ല. ഇവിടുത്തെയുള്ള കൃഷിക്കാരും ഇവിടുത്തെ 50% സ്ത്രീകളും അതുപോലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സാധാരണ പാവപ്പെട്ടവരെന്ന് പറയുന്നവരും പിന്നെ യുവാക്കള് യുവതികൾ അവർക്ക് തൊഴിൽ എടുത്ത് ഈ രാജ്യത്തെ വികസിക്കുക. അപ്പോൾ രാജ്യം എന്നുള്ളൊരു കാഴ്ചപ്പാടിലുള്ള ബഡ്ജറ്റാണ്. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് അവിടുത്തെ കുറച്ച് ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടിയോ, അല്ല ഏതെങ്കിലും നമ്മുടെ റബ്ബർക്ക് വില കൂടിയോ കുറഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയോ കുറഞ്ഞോ, അതെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വികസിത് ഭാരത്. ആ കാഴ്ചപ്പാടിലുള്ള ബഡ്ജറ്റ് അല്ലേ നമുക്ക് വേണ്ടത്. അതെ.
അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വില കൂടിയതിൻ്റെ കാര്യം നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ നോക്കുന്നത് വില കുറഞ്ഞതും കൂടിയതൊക്കെ എന്തിനായിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണത്തിനും വെള്ളിക്കൊക്കെ വില കുറഞ്ഞു, അത് ശരിക്കും പറഞ്ഞാൽ വില കുറഞ്ഞല്ല, കസ്റ്റംസ് ഡ്യൂട്ടിയുമായിട്ട് കുറച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കള്ളക്കടത്തുകാർക്ക് അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി കുറയുമ്പോഴത്തേക്കും കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായി മാറും. അപ്പൊ കള്ളക്കടത്തുകാർക്ക് തൊഴിൽ പോയെന്നിരിക്കും. അതെ, അവര് വേറെ മര്യാദയ്ക്ക് രാജ്യം വികസിക്കാനുള്ള എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ജോലിയിലേക്ക് ഇനി മാറേണ്ടി വരും. കാരണം പുറത്തുനിന്ന് പോയിട്ട് നമ്മുടെ വിമാനത്തിലോ അല്ലെങ്കിൽ അല്ലാതെ ഒക്കെ ആയിട്ട് സ്വർണം കടത്തി ജീവിക്കാമെന്നുള്ളത് അത് രാജ്യദ്രോഹമാണല്ലോ. അപ്പൊ ഈ സ്വർണ്ണക്കടത്ത് ജീവിക്കുന്നതിന് പകരം അവരിനി ഈ രാജ്യം വികസിക്കാനുള്ള എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണത്. അപ്പോൾ കുറച്ച് ആൾക്കാർ തൊഴിൽ പോകും, കേരളത്തിലെ തൊഴിൽ പോവുകയല്ല, അവര് രാജ്യം വികസനത്തിനുള്ള എന്തെങ്കിലും ജോലിയിലേക്ക് മാറുക എന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടി വരും. മൊത്തത്തിൽ നമ്മളൊരു ബഡ്ജറ്റിനെ നോക്കുകയാണെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരായി, സ്ത്രീകളായി, ഒപ്പം യുവാക്കൾക്കുള്ള ഒരു പ്രത്യേക പാക്കേജുകൾ, ഇപ്പോൾ ഒരു വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കൂടുന്നു. അപ്പോൾ ഇത് അടുത്ത ബഡ്ജറ്റിലേക്കുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഇതിനുണ്ടാവും എന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്കുമായിട്ടുള്ള ഒരു കണക്ഷൻ ഈ ഒരു ബഡ്ജറ്റിലുണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരിക്കോരി കൊടുത്ത് അല്ലെങ്കിൽ ഇന്ന് സാധനം കടയിൽ നിന്ന് പോയി വാങ്ങിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും സാധനത്തിൻ്റെ വില കുറച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ടുണ്ടാകുക. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള, ഇപ്പോൾ ഒരു കുറേയധികം യൂണിറ്റുകൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഹബ്സ് ഉണ്ടാക്കുക, അതുപോലെ ഈ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഉണ്ടാകുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ. റോഡുകൾ, ഇപ്പം ബോർഡർ റോഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിന് 30% ക്യാപിറ്റലിൽ ഈ ഡിഫൻസിൽ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും നമ്മളുടെ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുക. ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും അതിന്റെ ഗുണം കിട്ടാൻ വേണ്ടി അല്ല, തീർച്ചയായിട്ടും അല്ല. അത് ചിലപ്പോൾ അടുത്ത 30 വർഷത്തേക്കോ 50 വർഷത്തേക്കോ ഉള്ള നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നഗരങ്ങളുടെ വികസനം എന്ന് പറയുന്നത് അത് ഇപ്പൊ സ്യൂവേജിന്റെയും വെള്ളത്തിന്റെയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേരളത്തിനൊക്കെ എത്രയോ ബെനിഫിറ്റാണ്. നമ്മളുടെ ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്ന നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ നഗരങ്ങൾ എന്ന് പറയുന്ന ഒക്കെ അത് എത്രയോ പൈസ അതുവഴി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അതുപോലെ ഗവേഷണങ്ങൾക്ക് എത്ര പൈസ വരുന്നത്, ഗവേഷണം നടത്തി അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേനും അത് ഇന്ന് അതിന്റെ ബെനിഫിറ്റ് അല്ലല്ലോ. അതൊക്കെ ചിലപ്പോൾ 30 വർഷത്തേക്ക് 40 വർഷത്തേക്ക് ബെനിഫിറ്റ് എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ ഈ ഒരു ഭാരതം എന്ന് പറയുന്നത് വികസിതമായിരിക്കുക. പക്ഷേ ഇന്നോ നാളെയോ അത് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു സാധനത്തിന് വില കുറച്ച് കൊടുത്തു, അത് കഴിഞ്ഞ് ഇന്ന് ഹാപ്പിയാക്കി കൈയിടി കിട്ടി, അതല്ല ഉദ്ദേശം. ഭാരതം എന്ന് പറയുന്നത് അടുത്ത 30 വർഷം 40 വർഷം 50 വർഷം അതിനുള്ളൊരു അടിത്തറ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ യുവാക്കളും യുവതികളും പണിയും എടുക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പണിയെടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ യുവാക്കളും യുവതികളും നമ്മളുടെ ഭാരതത്തെ മുന്നോട്ട് നയിച്ചോളും, അവർ കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നികുതി കൂട്ടി എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന് വില കൂടും. അപ്പോൾ ഇപ്പോൾ പറയുന്ന പോലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി വരുന്നു. അതിനോടൊപ്പം പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളുടെ വില കൂട്ടി അതിനൊന്ന് ഒഴിവാക്കാനുള്ള, അതുപോലെ സോളാർ എനർജി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അപകടമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു അപകടത്തിനും ജോയി എന്ന് പറയുന്ന ഒരു ആളുടെയൊക്കെ മരണത്തിൻ്റെ കാരണം തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ ഒന്നുകൂടി കിടന്ന ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ സാറിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കരിയർ കറക്റ്റായി തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് വന്നത്. ഒപ്പം നമ്മുടെ ഈ വികസന 2 ടൗണുകൾ തമ്മിലുള്ള ഇടനാഴികൾ, ഇപ്പോൾ അത് ഈ ഒരു റോഡ് വികസനമൊക്കെ ശരിക്കും റോഡ് മാത്രമല്ല ടൂറിസം വികസനം. ഇപ്പം ബീഹാറിൽ തന്നെ ഇപ്പം ബുദ്ധമതം ആ സർക്യൂട്ട് എന്ന് പറഞ്ഞ ലോകത്തുള്ള എത്രയോ രാജ്യങ്ങൾ ബുദ്ധമതമുണ്ട്. നമ്മുടെ ഇവിടെ ഇല്ലെങ്കിലും തായ്ലൻഡ് അങ്ങനെ പല രാജ്യങ്ങളുണ്ടല്ലോ, ചൈന, ജപ്പാനും ഒക്കെ. അപ്പോൾ അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് കൂടുതൽ വരാൻ വേണ്ടി അങ്ങനെ പല പ്രദേശങ്ങളിലും അതെല്ലാം വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ആ ഒരു വിധത്തിലാണ്. ഈ നമ്മുടെ നഗരങ്ങളായാലും ടൂറിസം കേന്ദ്രങ്ങളായാലും നമ്മളുടെ എല്ലാ റിസോഴ്സസുകളും, നമ്മുടെ അമ്പലങ്ങളും
നമ്മളുടെ അമ്പലങ്ങൾ എന്ന് വെച്ചാൽ ഓരോ മതത്തിൻ്റെയും ആരാധനാലയങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബുദ്ധമതക്കാരുടെ ഉണ്ട്, ജൈന മതക്കാരുടെ ഉണ്ട്, സിഖ് മതക്കാരുടെ ഉണ്ട്, ഹിന്ദു മതക്കാരുടെ ഉണ്ട്, ഇസ്ലാം മതക്കാരുടെ ഉണ്ട്. ഇപ്പോൾ ലോകത്ത് തന്നെ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ഒരു ജുമാ മസ്ജിദ് ഉണ്ടല്ലോ, മക്ക കഴിഞ്ഞ രണ്ടാമത്തെ ലോകത്തെ ഇതാണ്. അതുപോലെ ജ്യൂസിൻ്റെ കുറേ അവരുടെ ആരാധനാലയങ്ങൾ ഇവിടെയുണ്ട്, കൽക്കട്ടയിലുണ്ട്. അപ്പം ഇതെല്ലാം മതപരമായിട്ട് താല്പര്യമുള്ളവർക്ക് പിൽഗ്രിമേജ് എന്ന് പറയും, നമ്മൾ ശബരിമലയ്ക്ക് വരുന്നത് പോലെ. അപ്പം അങ്ങനെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരിക, കൂടുതൽ ഇങ്ങോട്ട് ആളുകൾ വരുമ്പോഴത്തേനും അതിൻ്റെതായ ടാക്സിക്കാർക്കും ഓട്ടോക്കാർക്കും ഹോട്ടലുകാർക്കും ഭക്ഷണം കൊടുക്കുന്നവർക്കും ഒക്കെ തൊഴിലാകുകയല്ലേ. അപ്പോൾ ഈ യുവാക്കളും യുവതികളും കൂടുതൽ സ്റ്റാർട്ടപ്സ് തുടങ്ങുക, അവർ ജോലികൾ കൂടുതൽ ചെയ്യുക, അതുപോലെ കൂടുതൽ ഈ ചെറിയ സംരംഭങ്ങൾ SMEs എന്ന് പറയുന്ന MSME എന്ന് പറയുന്ന അതൊക്കെ കൂടുതലുണ്ടാവുക. അങ്ങനെ ഉണ്ടായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെയുള്ള സമാധാനമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു രാജ്യ സുരക്ഷിതത്വം ഉണ്ടാകണം. അതുകൊണ്ട് ഡിഫൻസിന് ഏറ്റവും വലിയ ബഡ്ജറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 13% ബഡ്ജറ്റിൻ്റെ 12.9 ഡിഫൻസിനാണ്. 2 ലക്ഷം കോടിയോളം നമ്മളുടെ സെൻട്രൽ പോലീസ് ഫോഴ്സസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സുരക്ഷിതത്വം ഉണ്ടാവണമല്ലോ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും വന്ന് ഇവിടെ പുറത്തുനിന്ന് കയറി വന്ന് വെടിവെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു സമയമാണ്, അത്തരത്തിലുള്ള ഭീഷണികൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ തന്നെ ഈ 13% എന്ന് പറയുന്നതൊക്കെ ഭാവിയിലേക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ നേട്ടം തന്നെയാണ്. ഒപ്പം ഒരു ചിറ്റമ്മ നയം എന്ന് പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതലായി ഒരുപാട് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. അത് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നതുകൊണ്ടാണ് എന്നുള്ള ഇപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു ഇപ്പോൾ തന്നെ അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ശരിക്കും അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ ബീഹാറിന് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ബുദ്ധമതത്തിൻ്റെ ബുദ്ധൻ ജനിച്ചതും അവിടുത്തെ ഇപ്പോൾ അടുത്ത കാലത്ത് അവിടുത്തെ പഴയൊരു യൂണിവേഴ്സിറ്റി ആയിരുന്ന നളന്ദ യൂണിവേഴ്സിറ്റി വെച്ച് അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ബീഹാർ എന്നുള്ള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ബുദ്ധൻ ജനിച്ചതൊക്കെ 2400-2500 കൊല്ലം മുമ്പുണ്ടായ കാര്യം. പക്ഷെ അത് അവിടെ ജനിച്ചത് കൊണ്ടും അത് നമ്മൾ കുറച്ചുകൂടെ ഉപയോഗപ്പെടുത്തി പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയും അവിടുത്തെ ഒരു അപ്പോൾ അത് അവിടെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ബീഹാറിന് മാത്രമല്ലല്ലോ, ഇന്ത്യ മൊത്തത്തിൽ ഗുണമാണ്. അങ്ങനെ അതുപോലെ അവിടുത്തെ വെള്ളപ്പൊക്കം തടയുക എന്നുള്ളതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയണ്ടേ? അത് എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് പോലും ഇവിടുത്തെ വാട്ടർ മാനേജ്മെന്റിനും സ്യൂവേജിന്റെ പ്രശ്നങ്ങൾക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഈ അർബൻ കാര്യങ്ങളിൽ 10 ലക്ഷം കോടികൾ മാറ്റി വെച്ചിരിക്കുന്നത് അത് കേരളത്തിന് ഗുണമില്ലേ? അപ്പോൾ അത് ബീഹാറിനുണ്ടെന്നോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിനുണ്ടെന്നോ എന്ന് പ്രത്യേകം ഉണ്ടെന്നോ അങ്ങനെ പേരുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ബെനിഫിറ്റ് കിട്ടുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും വികസനമാണല്ലോ ഭാരത വികസനം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം മാത്രമായിരിക്കാൻ ശരിയാവില്ല. പിന്നെ വേറെ ചില നോർത്ത് ഈസ്റ്റിലുള്ള ചില സംസ്ഥാനങ്ങൾക്കൊക്കെ അവരുടേതായ സ്പെഷ്യൽ പ്രശ്നങ്ങളുണ്ടാവും. ബീഹാറിൽ സ്പെഷ്യൽ നമുക്ക് ഈ പറഞ്ഞില്ലേ ബുദ്ധമതത്തിൻ്റെ ആരാധനാലയങ്ങളും ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ അവിടെ ഉണ്ടായി. ഇതുകൊണ്ടാണ് അവർക്ക് അത് കൊടുത്തിരിക്കുന്നത്. അത് ബെനിഫിറ്റ് കൊടുക്കണ്ടേ? അതെ, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദരിദ്രമായിട്ടുള്ളൊരു സംസ്ഥാനം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പുതിയ എയർപോർട്ടുകൾ വരുന്നു, പുതിയ റോഡ് വികസിക്കുന്നു, അതെ, അതുപോലെ തന്നെ ഇപ്പോൾ വിമാനത്താവളങ്ങൾ വരുന്നു. ഈ പറയുന്ന പോലെ നളന്ദ പോലുള്ള നമ്മുടെ ഭാരത സംസ്കാരത്തിൽ തന്നെ ഒരുപാട് പറയാനുള്ള, ഒരുപാട് കഥകൾ പറയാനുള്ള, ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു സ്ഥലമൊക്കെ വികസിച്ചു വരുന്നു എന്ന് പറയുന്നത് ബീഹാറിലെ രാഷ്ട്രീയത്തിലേക്കല്ല, ബീഹാറിന്റെ വികസനം തന്നെയാണ്. പിന്നെ ബീഹാറിന് ഈ ഒരു ആവശ്യം, ഈ നമ്മൾ സാധാരണ ഇതിൽ നീഡ് അസസ്മെന്റ് എന്ന് പറയും, ആവശ്യം മനസ്സിലാക്കുക എന്നുള്ളത്. ഈ പെർ ക്യാപിറ്റ ആളോഹരി വരുമാനം ഏറ്റവും കുറവ് കൃഷിക്കാർക്ക് കിട്ടുന്നത് ബീഹാറിലാണ്. 60,000 രൂപയോളമാണ് ഒരു വർഷം ബീഹാറിലെ കൃഷിക്കാരുടെ ആളോഹരി വരുമാനം. അതേസമയം ഇന്ത്യയുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 2,30,000 രൂപയോളം ഉണ്ട്. അപ്പം ബീഹാറിലെ കൃഷിക്കാർ 60,000 രൂപയിൽ അത്രയും ദരിദ്രമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള വലിയ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അവിടെ കുറേ കാലം ഭരിച്ചതാണ്. എന്നിട്ടാണ് ഇന്നും ഏറ്റവും ദരിദ്രർ കൂടുതലുള്ള
ഈ ബീഹാർ സംസ്ഥാനം, അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ ബീഹാറിൽ ഈ ഇത്രയും ദരിദ്രര് ഈ ലാലു പ്രസാദ് യാദവിന്റെ എന്തെങ്കിലും പറയുന്ന മണ്ടത്തരങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? പാടില്ല. ആ ബീഹാറിലെ കൃഷിക്കാരുടെ ആളോഹരി വരുമാനം രാജ്യത്തിന്റെ ആളോഹരി വരുമാനമായ 2,30,000 ഉയർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറി ടൂറിസം മേഖലയിലേക്കോ അല്ലെ വേറെ എന്തെങ്കിലും യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അപ്പോൾ അത് ഏറ്റവും അധികം ആവശ്യമുള്ളത്, കാരണം നമ്മുടെ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള മഹാന്മാരും ഭരിച്ച് നശിപ്പിച്ച് കട്ടുമോഷിച്ച് നശിപ്പിച്ച ഒരു സംസ്ഥാനമാണത്. അത് വളർത്തിയെടുക്കണം. റെയിൽവേ മന്ത്രിയായിട്ടുണ്ട്, ക്യാബിനറ്റിൽ വൻ പദവി അലങ്കരിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ തന്നെ അവിടെ റെയിൽവേക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കള്ളത്തരം മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. ആന കള്ളനാണല്ലോ. അപ്പൊ അങ്ങനെ നശിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആയിരുന്ന അവര് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇനിയെങ്കിലും അത് അവിടുത്തെ ജനങ്ങള് ഇന്ത്യക്കാരാണല്ലോ, അവരെ രക്ഷപ്പെടുത്തണ്ടേ? അതിന് ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും കൊടുക്കണം. CD ദേശ്മുഖിനൊപ്പമാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമനുള്ളത്. 7 പ്രാവശ്യം തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു ധനമന്ത്രി. എന്തായാലും ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും വികസിത ഭാരതം എന്ന ഒരു കൃത്യമായ അജണ്ടയിലൂടെയാണ് 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നത്. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.